അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഹദീസ് ക്ലാസ് 41. അൻ ഖൗലത ബിൻതി ഹക്കീമിൻ റളിയല്ലാഹു അൻഹ ഖാലത് സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു മൻ നസല മൻസിലൻ ثم قال أعوذ بكلمات الله التامات من شر ما خلق لم يضره شيء حتى يرتحل من منزله ذلك. ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഖൗലത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ നസല മൻസിലൻ, ഒരാൾ ഒരു സ്ഥലത്ത് ഇറങ്ങിയാൽ, യാത്ര പോകുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ ഇറങ്ങി, അല്ലെങ്കിൽ ഒരാൾ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു. അവിടെ എത്തിയതിനു ശേഷം സുമ്മ ഖാല, പിന്നീട് അവൻ പറഞ്ഞാൽ, ആ സ്ഥലത്തെത്തിയിട്ട് അവൻ പറഞ്ഞാൽ, അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന വാചകം പറഞ്ഞാൽ, അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന വാചകം അവിടെ എത്തിയിട്ട് അവൻ പറഞ്ഞാൽ, ലം യദുർറഹു ഷൈഉൻ ഹത്താ യർതഹില മിൻ മൻസിലിഹി ദാലിക. ലം യദുർറഹു ഷൈഉൻ, അവനെ ഒരു വസ്തുവും ബുദ്ധിമുട്ടിക്കില്ല, ഒരു വസ്തുവും അവനെ ബുദ്ധിമുട്ടിക്കാൻ വരില്ല. ഹത്താ യർതഹില മിൻ മൻസിലിഹി ദാലിക, ആ സ്ഥലത്ത് നിന്ന് അവൻ യാത്ര പോകുന്നത് വരെ പിന്നെ ഒരു വസ്തുവും അവനെ ബുദ്ധിമുട്ടിക്കാൻ വരില്ല. ഒരു സ്ഥലത്ത് ഒരാൾ എത്തിപ്പെട്ടു, അവിടെ വെച്ച് ഈ വാചകം അവൻ പറഞ്ഞാൽ അവിടുന്ന് പോകുന്നത് വരെ അവൻ കാവലിലാണ്, സുരക്ഷയിലാണ്, ഒരു വസ്തുവും അവനെ ബുദ്ധിമുട്ടിക്കാൻ വരില്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എന്താണ് ഈ വാചകം? അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന വാചകത്തിന്റെ അർത്ഥം എന്താണ്? റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ഈ വാചകം, അതിന്റെ അർത്ഥം എന്താണ്? ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു തന്റെ തഫ്സീറുൽ കബീറിൽ വിശദീകരിച്ചിട്ടുണ്ട്. സർവരാലും അംഗീകരിക്കപ്പെട്ട ഇമാം റാസിയുടെ തഫ്സീറാണ് തഫ്സീറുൽ കബീർ. 6-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് എന്നറിയപ്പെടുന്ന ഒരു മഹാൻ കൂടിയാണ് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം തന്റെ തഫ്സീറിൽ ഈ ഹദീസിന്റെ അർത്ഥം വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ സമ്പൂർണമായ കലിമത്തുകളോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫൽ മുറാദു ബി കലിമാത്തില്ലാഹി താമ്മാതി തിൽക്കൽ അർവാഹുൽ ആലിയത്തു ത്വാഹിറ. ആദ്യം ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇസ്തിആദത്തുൻ മിനൽ അർവാഹിൽ ബശരിയത്തി ബിൽ അർവാഹിൽ ആലിയത്തിൽ മുഖദ്ദസത്തി ത്വാഹിറത്തി ത്വയ്യിബ എന്നൊക്കെ പറഞ്ഞ് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. ഇത് മഹാന്മാരോട്, മഹാത്മാക്കളോട് കാവൽ ചോദിക്കലാണ്. ഫീ ദഫ്ഇ ശുറൂറിൽ അർവാഹിൽ ഖബീസ, ദുഷിച്ച ആത്മാക്കളുടെ ഷർറിനെ തൊട്ട്, ഈ മോശപ്പെട്ട ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ആളുകളുടെ, അല്ലെങ്കിൽ അത്തരം ദുഷിച്ച ശക്തികളുടെ, ശക്തികളുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മഹാത്മാക്കളോട് കാവൽ ചോദിക്കലാണ് ഈ ഹദീസ്. എന്നിട്ട് പറയുന്നുണ്ട് ഫൽ മുറാദു ബി കലിമാത്തില്ലാഹി താമ്മാതി. ഈ ഹദീസിൽ പറഞ്ഞ അൽ കലിമാത്തുല്ലാഹി താമ്മാത്ത് എന്ന് പറഞ്ഞാൽ ആ കലിമത്തുകളോട് കാവൽ ചോദിക്കുന്നു എന്നാണല്ലോ ഈ വാക്കിലുള്ളത്. നമ്മൾ സാധാരണ അഊദു ബില്ലാഹി എന്ന് പറയുന്നത് പോലെ, ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്ന് പറയുന്നത് പോലെ, അഊദു ബി കലിമാത്തില്ലാഹി, അള്ളാഹുവിന്റെ കലിമത്തുകളോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന വാചകത്തിൽ കലിമാത്ത് എന്ന് പറഞ്ഞത് കൊണ്ടുള്ള താല്പര്യം ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, തിൽക്കൽ അർവാഹുൽ ആലിയ, ആ ഉന്നതമായ ആത്മാക്കൾ, തിൽക്കൽ അർവാഹുൽ ആലിയത്തു ത്വാഹിറ, ആ ഉന്നതമായ പരിശുദ്ധാത്മാക്കളാണ് എന്ന് പറഞ്ഞാൽ മഹാന്മാരാണ്. ആ മഹാന്മാരുടെ ആത്മാക്കളോട്, മഹാന്മാരോട് കാവൽ ചോദിക്കലാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. ആകയാൽ നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോഴും, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് എത്തിപ്പെട്ടാലും അവിടെ വെച്ച് അള്ളാഹുവിന്റെ മഹാന്മാരോട് കാവൽ ചോദിച്ചാൽ പിന്നീട് ആ സ്ഥലത്ത് നിന്ന് അവൻ പോകുന്നത് വരെ ഒരു വസ്തുവും അവനെ പ്രയാസപ്പെടുത്തില്ല എന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. നബി തങ്ങൾ ഇത് പറയാൻ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, തന്റെ പേരക്കുട്ടികളായ ഹസൻ, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ, ഇവർക്ക് വേണ്ടി ഈ വാചകം കൊണ്ട് കാവൽ ചോദിക്കാറുണ്ട്. നബി തങ്ങൾ തന്നെ ഉഈദുകുമാ ബി കലിമാത്തില്ലാഹി താമ്മാതി എന്ന്
തന്റെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ എന്ന 2 പേരക്കുട്ടികളെ വിളിച്ചിട്ട് അവരുടെ മുമ്പിൽ വെച്ച് അവരുടെ തലയിൽ കൈവച്ചുകൊണ്ടോ മറ്റോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ മഹാത്മാക്കളോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ടും ഈ സഹായാഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഹദീസിൽ തന്നെ കാണാം, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മക്കളായ ഇസ്ഹാഖ്, ഇസ്മായിൽ അലൈഹിമസ്സലാത്തു വസ്സലാം ഇവർക്ക് വേണ്ടിയും ഇതേ വാചകം ഉദ്ധരിച്ചുകൊണ്ട് കാവൽ ചോദിച്ചു എന്ന് ഹദീസിൽ കാണാം. ഇങ്ങനെ അമ്പിയാക്കളും പ്രത്യേകിച്ച് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതത്തിൽ ചെയ്തു കാണിക്കുകയും പറഞ്ഞു കാണിക്കുകയും അത് പറയാൻ വേണ്ടി പഠിപ്പിക്കുകയും ചെയ്ത ഒരു വാചകമാണ് അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അള്ളാഹുവിന്റെ മഹാത്മാക്കളോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഇതാണ് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരും സലഫ് സ്വാലിഹീങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തിപ്പോകുന്നതും അവർ ഇപ്പോഴും സ്വീകരിച്ചു വരുന്നതുമായ ശൈലി. അള്ളാഹുവിന്റെ മഹാന്മാരോട് കാവൽ ചോദിക്കാം, അവരോട് സഹായ അഭ്യർത്ഥന നടത്താം. അതിന് ഇസ്ലാമിൽ തെറ്റില്ലെന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ശൈലി കൂടിയാണ്. അല്ലാഹു തആല ഇസ്ലാം പഠിപ്പിച്ച ശൈലി സ്വീകരിക്കാനും അതിൽ ഇസ്ലാം പഠിപ്പിച്ച ശൈലിയിൽ ആ വിശ്വാസവും ജീവിതത്തിൽ വെച്ചു പുലർത്താനും വിശ്വസിക്കാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.